you guys want to see my crazy family making a chicken curry? Here we go. Hi Meena Bachi. Hi Mole. Hi Mama. Hi Imus. Hi Mama. Mama. Hi. Ammachi somewhere. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് കേർഡ് മാരിനേറ്റ് ചെയ്യുവാണ് ചിക്കൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സംഭവം. അപ്പോൾ നമ്മൾ 1 kg ചിക്കൻ ആണോ? 2 kg. 2 kg ചിക്കൻ, ഒരു ഹാഫ് ബോട്ടിൽ Manya body. Next is manya body. മഞ്ഞപ്പൊടി, നെക്സ്റ്റ് ടർമറിക് പൗഡർ. In English. പിന്നെ ആരൊക്കെ കുക്ക് ചെയ്യുന്നത്? ഞാനും മാമനും. മാമനാണ് മെയിൻ. Recipe. Pepper. മാമൻ സ്പെഷ്യൽ. Pepper. The pepper. We'll add 1 scoop. No, 2 scoops. Yeah. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വൈഷ്ണവ് ഇഞ്ചി പറഞ്ഞു? വെളുത്തുള്ളി പേസ്റ്റ്. പേസ്റ്റ് ആണോ? അല്ല സോറി, ഇഞ്ചി വെളുത്തുള്ളി ആ, പേസ്റ്റ്. അരിഞ്ഞത് വേണമെങ്കിൽ പേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ മുളക്, പച്ചമുളക്, ആ, സവാള, കറിവേപ്പില, ഇത്രയാണ് ആദ്യമേ ഇടുന്നത്. ആ, ഇത് അത് മതി. I want to help. I want to help. Then we add curry. തെറിക്കോ? ഇല്ല. I don't. ഓൾറെഡി നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ചിക്കനിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ടു. ഉപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ടു. ആ, ഇതിനും ഒരു സ്പൂൺ. ഓക്കെ. ഇത് സവാള നന്നായിട്ട് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് അല്ലേ? കറക്റ്റ്. ഓസ്ട്രേലിയയിൽ ഫേമസ് ആയ റെസിപ്പിയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ ചുമ്മാ വെക്കാൻ ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ ഇപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ്. നമ്മളുടെ മെനു ഇന്ന് ഇന്നത്തെ മെനു എന്താ? ഫ്രൈഡ് റൈസ്, നിർമ്മല ആൻറ്റിയുടെ ഫ്രൈഡ് റൈസ്, പിന്നെ വൈഷ്ണവ് ഗാരിയുടെ ചിക്കൻ കറി, പിന്നെ Imude salad. ഇമ്മൂടെ അല്ല മമ്മാടെ സാലഡ്. Imude salad. ഓക്കെ, ഇമ്മൂടെ സാലഡ് ആൻഡ് മീരാപ്പച്ചീസ് കസ്റ്റേർഡ്. പിന്നെ അപ്പൂപ്പൻസ് ഐസ്ക്രീം. പ്രൊഫഷണലാണോ? തട്ടുകടയിൽ പരിചയമുണ്ട്. തട്ടുകട നിന്നിട്ടുണ്ടോ? ഇല്ല, പറ്റിയിട്ടില്ല. കൊള്ളാമെന്നുണ്ട്. ഒരു ഓസ്ട്രേലിയൻ തട്ടുകട സെറ്റപ്പ് ആക്കിയാലും ഉടനെ തുടങ്ങാം. നല്ല ചിലവായിരിക്കും. UK-ലൊക്കെ ആൾക്കാർ പരിപ്പ് വട, ഈ ഉഴുന്ന് വട മാത്രം വെക്കുന്ന സ്റ്റോൾസ് ഒക്കെ ഉണ്ട് മലയാളികളുടെ. ഭയങ്കര സെയിലാണ്. ഒന്ന് ഉടച്ചു കൊടുക്കണം അല്ലേ? സോ ഈ ചിക്കൻ കറി ബേസിക്കലി ഒരു എന്താ പറയുക, സ്പൈസ് ലെവലും ഭയങ്കര നോർമൽ സ്പൈസ് ലെവൽ. ആ തൈരിൻ്റെയും മെയിനായിട്ടും കേർഡാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സോർനെസ്സും അതുപോലെ ടൊമാറ്റോയുടെ ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഇത് ഭയങ്കര റെഡ് ഒരു ചിക്കൻ കറി ആണെങ്കിലും അത്ര സ്പൈസി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല.
ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൽ നമ്മൾ മസാല കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഇതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മൾ 2 kg ചിക്കന് അപ്രോക്സിമേറ്റ്ലി 2.5. കാരണം ഇതിനകത്ത് നമ്മൾ കൂടുതലും നമ്മളുടെ ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ മുളക് യൂസ് ചെയ്യുന്നുള്ളൂ. കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ്, കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ആ ഒരു എരിവാണ് മെയിനായിട്ട് അതിനകത്ത് വരുന്നത്. അടുത്ത കൊറിയാൻഡർ പൗഡറാണ് 1.5, നേരെ ഹാഫ്. മഞ്ഞപ്പൊടി വളരെ കുറച്ച്, കാരണം നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ചിക്കൻ്റെ മഞ്ഞപ്പൊടി ചേർത്താണ്. ഇനി വളരെ കുറച്ച് മതി. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ഗരം മസാല ഇപ്പോഴും ആഡ് ചെയ്യും, പിന്നെ അവസാനം ആഡ് ചെയ്യും. കുറച്ച് കൂടുതൽ മതി. ഇതൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ച് മസാല ഗരം മസാല ആണോ അതോ മേടിച്ചാണോ? പിന്നെ ഇനി അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പെപ്പർ പൗഡർ. പെപ്പറിൻ്റെ ടേസ്റ്റാണ്. അതെ. ഇനി ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് വെച്ചാൽ അധികം ഇതാവരുത്, അടി പിടിക്കും, മസാല ബേൺ ആവരുത്. പച്ചമണം മാറി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കും. അതെ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം അല്ലേ. ഓക്കെ 2:30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും നല്ലത്. ഏതാണ് അത് ഒരു അതൊന്നും പ്രശ്നമില്ല, നമുക്ക് അവിടെ സൈഡ് സെറ്റ് ചെയ്യാം. അത് പ്രശ്നമില്ല. അതെങ്ങനെ വരുന്നത് മോനെ? ഇത് മാത്രം വരാമോ? കണ്ടോ കുറച്ച് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളിനി ഒരു അവസാനത്തെ സ്റ്റേജ് എന്ന രീതിയിൽ കുറച്ച് ഗരം മസാല ഇതിലേക്ക് ഇടാം. മുകളിലിടാൻ വേണ്ടി പറഞ്ഞത് അല്ലേ. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വെള്ളം എങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടോ? റോസ്റ്റ് പരുവോ അല്ലേ? കൊറിയാൻഡർ ലീവ്സ് ആണ് എടുത്തത്. കൊറിയാൻഡർ ലീവ്സ്. അയ്യോ, അത് ഞാനല്ലേ ഇടണ്ടേ? ഫൈനൽ ബിറ്റ്. പെപ്പർ പൗഡർ. കുരുമുളക് പൊടി, ഗരം മസാല ആൻഡ് മല്ലിയില. ഇത് ലാസ്റ്റ് ഒന്ന് ഫുൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇതാണ് അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനാണ് അതിൻ്റെ ഒരു അല്ലേ. കുറേ നേരം കൂടെ അത് വേവുണ്ട് അല്ലേ. സെൽഫ് കെയർ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തോ മമ്മി മുഖത്ത് വെച്ചേക്കുന്നത്? കൊളാജൻ ഷീറ്റ് മാസ്കോ, സ്കിൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കൊളാജൻ ഷീറ്റ് മാസ്ക് അമ്മയ്ക്ക് മോൻ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തതാണ്. എങ്ങനെയുണ്ട് അമ്മ? ഹൗ ഡു യു ഫീൽ? ഡോണ്ട് സ്പീക്ക്. സോ കൊളാജൻ ഷീറ്റ് മാസ്ക് ആണ്. നമ്മുടെ റെഗുലർ ഷീറ്റ് മാസ്കിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല ഒരു ജെൽ പോലത്തെ ഒരു ഫീലൊക്കെ ഉള്ള നല്ല സൂതിങ് ആണെന്ന് തോന്നുന്നു. കാലൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് മാസ്ക് ഒക്കെയുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഹോം കെയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇതൊക്കെ അമ്മയ്ക്ക് വൈഷ്ണവ് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുകൊടുത്ത കുറേ എന്താ പറയുക സ്കിൻ കെയർ സംഭവങ്ങളാട്ടോ. ഇത് എന്തോ ഒരു CC ക്രീമാണ്, ക്യാൻസർ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളുടെ ഈ ഫൗണ്ടേഷന് പകരം സ്കിൻ ടിൻറ്റ് പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന SPF 50 ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ്. നല്ലതായിരിക്കണം. 3-in-1 സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, പ്രൈമർ.
ചെറിയ ടിൻറ്റ് ഉണ്ടായിരിക്കും. ഇത് ഒരു നമ്മളുടെ റെഗുലർ ജേർഗൻസിൻ്റെ, ഇത് ഞാൻ അന്ന് അപ്ലൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഷീൻ, ഒരു ചെറിയ കളർ പോലത്തെ, ഒരു ഗ്ലോ കിട്ടുന്ന ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ, ബോഡി മോയ്സ്ചറൈസർ ആണ്. ഇൻഫ്യൂസ് വിത്ത് കൊളാജൻ. നമ്മൾ കണ്ടില്ലേ മറ്റേ ആ ഫുഡ് റിപ്പയറിൻ്റെ ഹോം കെയർ. അപ്പം നമുക്ക് പെഡിക്യൂറും മാനിക്യൂറൊക്കെ ലൈക്ക് ഇപ്പോൾ സലൂണിൽ പോയി ചെയ്യാൻ ടൈമില്ലാത്തവർക്കൊക്കെ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം. ലൈക്ക് തൽക്കാല ഒരു ആശ്വാസത്തിന് ഇത് നല്ലതാണ്. ഓസ്ട്രേലിയയിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് SPF. അപ്പോൾ അവിടെ SPF വൈഷ്ണവൊക്കെ പറയുന്നത് ഇങ്ങനെ എന്താ പറയുക, ക്യാൻ കണക്കിന് SPF ആണ് അവരൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നത്. സോ പ്രൈസ് ലൈൻ എവറിഡേ സൺസ്ക്രീൻ ലോഷൻ SPF 50 ഉള്ളതാണ്. ഇത് ഒരു ചെറിയൊരു കിറ്റ് ഓഫ് ക്ലെൻസിങ് ക്രീം എന്ന് വെച്ചാൽ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ ആൻഡ് സിറം വരുന്നൊരു ചെറിയൊരു കിറ്റ്. ആ എണ്ണയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു അല്ലേ കുറച്ചും കൂടെ ഗ്രേവി ആക്കാം. പക്ഷെ നമ്മളിത് റോസ്റ്റ് ആണ് നമുക്ക് ഇവിടെ കൂടുതൽ ഇഷ്ടം. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു റോസ്റ്റ് പരുവത്തിലാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ നിർമ്മല ആൻറ്റി ഒരു പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, വെജ് പുലാവ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ നിർമ്മല ആൻറ്റിയുടെ പുലാവ് അടിപൊളി പുലാവ് കേട്ടോ. എന്താ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ആ ഒരു നല്ല മണപ്പിച്ച് നോക്കിയേ. ഇതിന് ആ ഒരു പൈനാപ്പിൾ, ഞാൻ എൻ്റെ മറ്റേ ബിരിയാണി റെസിപ്പിയിൽ ഞാൻ പറഞ്ഞില്ലേ, പൈനാപ്പിൾ എസൻസ് അത് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് റൈസിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് പൈനാപ്പിൾ അല്ല, അതിന് പകരം ചെറി ആഡ് ചെയ്തിട്ടുണ്ട്. ചെറി നമ്മളുടെ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ചെയ്യാം. വെജ് പുലാവ് ഇത് ആസ് സച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ വൈഷ്ണവിൻ്റെ വേർഷൻ ഓഫ് ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മെയിൻലി ബിക്കോസ് എന്താ പറയുക, ആ കേർഡൊക്കെ ഒത്തിരി ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Hope you guys enjoy this video. Take care and bye.